ജൈവ രീതിയിൽ കൃഷി ചെയ്ത് എല്ലാവർക്കും മാതൃകയാകുന്ന ഇദ്ദേഹം ഒരു മുഴുവൻ സമയ കർഷകനല്ല കേട്ടോ. ഓട്ടോ ഡ്രൈവറായ കർഷകനാണ്. വെറും 11 സെന്റ് സ്ഥലം, അതിൽ ഒരു കുടുംബത്തിന് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും. ഒന്നിനും സമയമില്ലെന്ന് പറഞ്ഞൊഴിയുന്നവർ ഈ കാഴ്ചയൊന്ന് കാണണം. ഓട്ടോ ജോലിക്കിടയിലാണ് 11 സെന്റ് സ്ഥലത്ത് റഷീദ് അത്ഭുതങ്ങൾ തീർക്കുന്നത്. കോതമംഗലം പിടവൂർ സ്വദേശിയായ റഷീദ് വലിയ കർഷകനൊന്നുമല്ല. പക്ഷെ അറിയാവുന്ന രീതിയിൽ അദ്ദേഹം സ്വന്തമായുള്ള 11 സെന്റ് സ്ഥലത്ത് വീട്ടിലേക്ക് ആവശ്യമുള്ള കാർഷിക വിളകളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നു. ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മെ ആദ്യം വരവേൽക്കുന്നത് പച്ചപ്പടർപ്പിൽ തൂങ്ങിയാടുന്ന മുന്തിരിവള്ളികളാണ്. ഇവയ്ക്കൊപ്പം കപ്പ, മാവ്, പ്ലാവ്, മുരിങ്ങ, റംബുട്ടാൻ, കുരുമുളക്, ചേന, ചേമ്പ്, മധുരക്കിഴങ്ങ് തുടങ്ങി ഒട്ടേറെ കാർഷിക വിളകളും പഴങ്ങളും പച്ചക്കറികളുമെല്ലാം ഈ വീട്ടുവളപ്പിൽ റഷീദ് കൃഷി ചെയ്യുന്നുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ കൃഷിയോട് താൽപ്പര്യമുണ്ടായിരുന്നതായി റഷീദ് പറയുന്നു. മുതിർന്നപ്പോൾ സ്വന്തം വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം സ്വന്തമായി കൃഷി ചെയ്യുന്ന സന്തോഷം. സമയമില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം യഥേഷ്ടം കൃഷി ചെയ്തെടുക്കുന്നതിന്റെ സന്തോഷവും ആവേശവും അനുഭവിച്ചറിയേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എൻ്റെ പേര് റഷീദ്. ഞാൻ വാരപ്പെട്ടി പഞ്ചായത്തിൽ പിടൂര് 5-ാം വാർഡിലാണ് താമസിക്കുന്നത്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോ ഡ്രൈവറുടെ കൂടെ ഞാൻ കുറേ കൃഷിയും കാര്യങ്ങളും നടത്തുന്നുണ്ട്. എൻ്റെ ഒരു എൻജോയ്മെൻറ്റിനും എൻ്റെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനും വിഷമടിക്കാത്ത പച്ചക്കറികൾ കഴിക്കാനും എൻ്റെ സ്ഥലത്ത് ഞാൻ പച്ചക്കറികൾ നട്ടു വളർത്തുന്നുണ്ട്. അതിലുപരി മുന്തിരി നടുന്നുണ്ട്. മുന്തിരി കൃഷിയുണ്ട്. കൃഷിയെന്ന് പറയാനില്ല, ചെറിയ തോതിൽ മുന്തിരി നട്ടിട്ടുണ്ട്. അതിൽ മുന്തിരി ആവശ്യത്തിലധികം നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാകുന്നുണ്ട്. പിന്നെ മാവ്, പേര, കപ്പ, മധുരക്കിഴങ്ങ്, ഇഞ്ചി, മഞ്ഞൾ, വാഴ, മാവ്, കടപ്പ്ളാവ് എന്നുവേണ്ട എല്ലാ തരം ഫലത്തൈകളാണെങ്കിലും എന്ത് തരങ്ങൾ ആണെങ്കിലും എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ എൻ്റെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിനുള്ള സമയം കണ്ടെത്തുന്നത് ഞാൻ എൻ്റെ പണിക്ക് ശേഷം വന്നിട്ട് ബാക്കിയുള്ള സമയങ്ങൾ ഞാനും എൻ്റെ ഫാമിലി എല്ലാവരും കൂടെ കൂടിയാണ്. പിന്നെ എൻ്റെ ഉമ്മ ഏറ്റവും കൂടുതൽ എന്നെ സഹായിക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടെ കൂടി ഞങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്തു വരുന്നു. എൻ്റെ പേര് കരീം എന്നാണ്. പിടവൂര് റഷീദിൻ്റെ തൊട്ട് അയൽവാസിയാണ്. റഷീദിൻ്റെ അയൽവാസി ആയതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ, ഒട്ടുമിക്ക പച്ചക്കറികളും ജൈവമായിട്ട് ഉൽപ്പാദിപ്പിച്ച്, അതായത് കൃത്രിമമായിട്ട് കീടനാശിനികളൊന്നും അടിക്കാതെ, ഇദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിക്കുന്നതെങ്കിലും കൃഷിയാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ ജീവനാടി. ഇപ്പോൾ നല്ല മുന്തിരി തോട്ടം തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികളൊക്കെ വന്നാൽ തന്നെ അതിൽ നിന്ന് മുന്തിരി പറിച്ച് പുള്ളി ഫ്രീ ആയിട്ട് കൊടുക്കും. ഞങ്ങൾക്കെല്ലാം അതിൻ്റെ വിളവെടുക്കുന്ന സമയത്ത് തരാറുണ്ട്. നിറയെ മുന്തിരി ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഈ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് അതിനകത്ത് കുറച്ച് കിളികളൊക്കെ ആയിട്ട് കുറച്ച് കളഞ്ഞെങ്കിലും നല്ലൊരു കൃഷിക്കാരനാണ്. ഈ 11 സെന്റ് സ്ഥലത്ത് റഷീദ് ചെയ്യാത്ത കൃഷികളില്ല. പച്ചക്കറി, അതുപോലെ തന്നെ ഗാർഡൻ ഉൾപ്പെടെ നല്ലൊരു കൃഷിക്കാരനാണ് റഷീദ്. ഈ അയൽവാസികൾക്കെല്ലാം സീസണായി കഴിഞ്ഞാൽ കടച്ചക്ക, മുരിങ്ങാക്കോല്, കപ്പ, മരച്ചീനി എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടുന്ന്, അതും പൈസ കൊടുത്താലൊന്നും പുള്ളി വാങ്ങില്ല, എല്ലാം പുള്ളിക്ക് സന്തോഷമാണ്. നമുക്കൊക്കെ ഇങ്ങനെ തരുന്ന കാര്യത്തിൽ വളരെ നന്മ നിറഞ്ഞ ഒരു കർഷകനാണ് റഷീദ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.